ഗുരുഭ്യോ നമ. വിഘ്നേശ്വരായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീ മഹാഭാഗവതം ദശമം കേരള ഭാഷാഗാനം രചിച്ചത് പുറയന്നൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട്. ഇന്ന് 6-ാം അധ്യായമാണ് സമർപ്പിക്കുന്നത്. പൂതനാമോക്ഷം. എല്ലാവർക്കും പൊന്നുണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ്. രാധാകൃഷ്ണൻ്റെ, പൊന്നുണ്ണിക്കണ്ണൻ്റെ, അമ്പാടിക്കണ്ണൻ്റെ അനുഗ്രഹം എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ആ രാധാകൃഷ്ണന്മാരുടെ, ഗുരുനാഥന്മാരുടെ എല്ലാം തൃപ്പാദത്തിൽ സമർപ്പിക്കണം. ജയ് ശ്രീ രാധേ 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 ശ്യാം. നന്ദഗോപരിങ്ങനെ ചിന്തിക്കുകയാണ്, വസുദേവര് പറഞ്ഞ ഒരു കാര്യവും തെറ്റാറില്ല. അതുകൊണ്ട് തൻ്റെ ഉണ്ണിക്ക് എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നുണ്ട്, എന്താണാവോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നന്ദഗോപര് മധുരയിൽ നിന്ന് അമ്പാടിയിലേക്ക് ഇങ്ങനെ വരണത്. 6-ാം അധ്യായം. നന്ദഗോപനും പഥി ചിന്തിച്ചിടിനാൻ, മഹാധന്യനാം വസുദേവൻ ചൊല്ലിയാലൊക്കുമല്ലോ, എന്തുവാൻ മമ പുത്രനാപത്തു വരുന്നതു, ഹന്തദൈവമേ മമ മനസമുരുകുന്നു എന്നെല്ലാം നിരൂപിച്ചു പന്നകശയനനെ തന്നുള്ളിൽ ഉറപ്പിച്ചു വേഗേന നടകൊണ്ടാൻ. അക്കാലം പിശാചിയാം പൂതന ബാലന്മാരെ ഒക്കവേ കൊന്നിടുവാൻ കംസന്റെ നിയോഗത്താൽ ഓരോരോ ദിക്കിൽ ചെന്നു കണ്ട ബാലകന്മാരെ പാരാതെ കൊന്നു നന്ദഗോകുലം പൊക്കാൾ. സുന്ദരി വേഷം പൂണ്ടു മന്ദമായി നടന്നവൾ നന്ദഗോപന്റെ പുരം പൊക്കിതൂയദൃച്ഛയായി. സുന്ദരിയുടെ രൂപശോഭ കണ്ടൊരു ഗോപ തന്യുമാരെല്ലാവരും സ്തബ്ധരായി നിന്നുപോയി. മന്ദഹാസവും തൂകി പൂതന താനും നന്ദനൻ തന്നെ എടുത്തങ്കത്തിൽ കിടത്തിനാൾ. തന്നോടെ കാലൻ തന്നെ നന്ദിച്ചു മടിയിൽ വെച്ചുന്നത സ്ഥാനങ്ങളും കൊടുത്താൾ കൃശോദരി. പാപയാമിവളെ ഞാൻ കൊല്ലുവാനെന്നുറച്ചു കോപേന മുകുന്ദനും മുലയും കുടിച്ചു തേ. മോദമോടവൾ ചെറ്റു വസിച്ചോരനന്തരം വേദന സഹിയാഞ്ഞു ബാലനോടരുൾ ചെയ്താൾ. അയ്യയ്യോ കുമാരക, നീ എന്നെ ചതിച്ചിതോ, മെയ്യെല്ലാം വിറയ്ക്കുന്നു, വേദന പെരുകുന്നു. മുഞ്ചമേ കുജം ചഞ്ചല വിലോചന, പഞ്ചത്തം വരുവാനും കാലവും മമ വന്നു. ഇത്തരം പറഞ്ഞിട്ടും വിട്ടില കുമാരകൻ, സത്വരൻ ബാലൻ തന്നെ താടിച്ചാൾ തെരുതെരെ. ഹസ്തങ്ങൾ തകർന്നിതു ബാലനു കൊണ്ടിലേതും, ചിത്രമെന്നോർത്തവളും വാവിട്ടങ്ങലറിനാൾ. പൂതനയുടെ മൂല പാലോടു കൂടെ തന്നെ ചേതന കൂടി പാനം ചെയ്തിതു നാരായണൻ. അന്നേരം അവൾ താനും തന്നൂടെ രൂപം പൂണ്ടു നിന്നുടനൊന്നാലറിച്ചത്തങ്ങു വീണിടിനാൾ. എന്തൊരു ശബ്ദമെന്നു ചിന്തിച്ചു ജനങ്ങളു, മന്ധരായോരോ ദിശി മണ്ടിനാർ ഭയത്തോടും. ഘോരയാം പിശാചിതൻ ദേഹവും അതു നേരോടെ 15 നാഴികയുണ്ടു നീളം. വണ്ണവും അവളുടലഞ്ചു നാഴികയല്ലോ, വർണ്ണവും കാളമേഘം തന്നോടു തുല്യമത്രേ.
ഘോരമാമവളുടെ ദേഹം വീണൊരു ദിക്കിൽ പാറകൾ വൃക്ഷങ്ങളുമൊക്കവേ പൊടിഞ്ഞു പോയി. പൂതനാദേഹത്തിന്മേൽ ക്രീഡിച്ചു കിടക്കുന്ന കൈതവ ബാലൻ തന്നെ കണ്ടൊരു ഗോപിമാരും മണ്ടിച്ചെന്നെടുത്തു കൊണ്ടിങ്ങു പോന്നിതു മോതാൽ കണ്ടവരെല്ലാവരും ഒന്നിച്ചു തഴുകിനാർ. ഗോമൂത്രം കൊണ്ടു കുളിപ്പിച്ചിതു കുമാരനെ, ഗോമയ ചൂർണം കൊണ്ടു ധൂളനമതും ചെയ്തു. ഗോപുച്ഛം കൊണ്ടു തന്നെ മേലെല്ലാം ഒഴിഞ്ഞിതു, ദീപവും ഒഴിഞ്ഞിതു ബഗുളപത്രത്തോടും രക്ഷയും ചെയ്തു. പിന്നെ വിഷ്ണു പഞ്ചരം കൊണ്ടു തൽക്ഷണമേശോദ തൻ മുലയും നൽകിയിടിനാൽ. അന്നേരം നന്ദഗോപൻ വന്നിതു കണ്ട നേരം തന്നുള്ളിൽ നിനച്ചിതു ശൗരി തന്നെ വാക്യം. പിന്നെയും നിരൂപിച്ചാൻ എന്നുടെ സുതനിവൻ, ധന്യരാം ദേവന്മാരിലേഖനായി വരുമവൻ. അല്ലയിലിവൾ തന്നെ കൊന്നതു ചേരുന്നില്ല, വല്ലതെന്നാലും പരിപാലിക്കും നാരായണൻ. ഇത്തരം വിചാരിച്ചു പൂതനയുടെ ദേഹം ശസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡിച്ചെത്രയും ചെറുതാക്കി വന്ഹിയിൽ ദഹിപ്പിച്ചാരന്നേരം നല്ലോരകിൽ തന്നെ സുഗന്ധം പോൽ ധൂമഗന്ധവും വന്നു. കൊല്ലുവാനെന്നാകിലും മെല്ലവേ മടിയിൽ വെച്ചുല്ലാസമോടു മുല കൊടുത്ത നിമിത്തമായി ദുഷ്ടയാം പിശാചിയായുള്ളൊരു പൂതനയ്ക്കു പെട്ടെന്നു ലഭിച്ചിതു സൽഗതി അറിഞ്ഞാലും. സ്നേഹേന മുല കൊടുത്തിടിന ഗോപിമാർക്കു മഹന്താദേവകിക്കുമെന്തു ചൊൽവതു പിന്നെ. പൂതന മോക്ഷമിതു പാടുന്ന ജനങ്ങൾക്കും പ്രീതിയോടിതു കേട്ടിടുന്നൊരു ജനങ്ങൾക്കും ചേതസ്സി വിഷ്ണു ഭക്തി വർദ്ധിച്ചു വരുമല്ലോ. പൂതന മോക്ഷമാറാം അധ്യായമുര ചെയ്തേൻ. ഈ വാക്കുകൾ പൊന്നുണ്ണിക്കണ്ണൻ്റെ അമ്പാടിക്കണ്ണൻ്റെ രാധാകൃഷ്ണന്മാരുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും എപ്പോഴും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ശ്രീ രാധേ 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 ശ്യാം.